നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക സർക്കാരിനെ താഴെ ഇറക്കാനും തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും പ്രശ്നത്തിലാക്കാനും രാഷ്ട്രീയ എതിരാളികൾ ശത്രുസംഹാര യോഗം നടത്തിയെന്ന ആരോപണവുമായി ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് രംഗത്ത് വരുന്നത്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് 21 ചുവന്ന ആടുകൾ, 21 കറുത്ത ആടുകൾ, 3 എരുമകൾ, 5 പന്നികൾ എന്നിവയെ യാഗത്തിന്റെ ഭാഗമായി ബലി നൽകിയെന്നും അദ്ദേഹം പറയുന്നു. ആരാണ് ഇത് ചെയ്തതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാൽ ഇതൊന്നും ഏൽക്കില്ലെന്നും ശിവകുമാർ വാർത്താലേഖകരോട് പറഞ്ഞു. കേരളത്തിലെ ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്താണ് യാഗം നടന്നതെന്ന് പറഞ്ഞെങ്കിലും അതെവിടെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. കേരളത്തിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ദർശനത്തിനെത്താറുള്ളത്. എന്നാൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ദുർമന്ത്രവാദ കർമ്മങ്ങൾ നടന്നതെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ നീക്കം നടത്തുന്നതും ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നതും ആരെന്ന് തനിക്ക് അറിയാമെന്നും അവരതിൽ വിദഗ്ധരാണെന്നും DK പറയുന്നു. എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അഘോരികൾ ഉൾപ്പെടെ പങ്കെടുത്ത യാഗത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രുക്കളെ അസ്ഥിരപ്പെടുത്തുകയും അവരെ ഉന്മൂലനം ചെയ്യുകയുമായിരുന്നുവെന്നും ശിവകുമാർ പറഞ്ഞു. BJPയിൽ നിന്നോ JDSൽ നിന്നോ ഉള്ള നേതാക്കളാണോ യാഗത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരാണ് ഉത്തരവാദികളെന്നായിരുന്നു മറുപടി. ആരാണ് ഈ ആചാരം നടത്തുന്നതെന്ന് എനിക്കറിയാം. അവർ അവരുടെ ശ്രമങ്ങൾ തുടരട്ടെ. ഞാൻ വിഷമിക്കുന്നില്ല. അത് അവരുടെ വിശ്വാസ വ്യവസ്ഥതയ്ക്ക് വിട്ടുകൊടുക്കുന്നു. ഉപദ്രവമുണ്ടാക്കാനുള്ള അവരുടെ ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ സംരക്ഷിക്കും, അദ്ദേഹം പറഞ്ഞു. യാഗം നടത്തിയവരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നതിന് പകരം അവരുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. ജൂൺ 2-ന് ബാംഗ്ലൂരു നിയമസഭാ അംഗങ്ങളുടെ യോഗം ചേരുമെന്ന് ശിവകുമാർ അറിയിച്ചു. എല്ലാ MLCമാർ, MLAമാർ, MPമാർ എന്നിവരെ ക്ഷണിക്കും. പാർട്ടി കാര്യങ്ങളും MLC തെരഞ്ഞെടുപ്പ് യോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ പൂർണ്ണ വിജയം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക BJP തൂത്തുവാരിയിരുന്നു. ശിവകുമാർ ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് വ്യക്തമായില്ലെങ്കിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരായ എതിർചേരിയിലെ നേതാക്കളിലേക്കാണ് ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കർണാടക സർക്കാരിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും നിരവധി MLAമാർ മറുകണ്ഠം ചാടുമെന്നുള്ള പ്രസ്താവനകൾ BJP നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു. നേതൃമാറ്റത്തെ ചൊല്ലി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമിടയിൽ ശീതയുദ്ധം മുറുകുകയാണ്. ഈ പശ്ചാത്തലത്തിൽ DK ഉന്നയിക്കുന്ന ദുർമന്ത്രവാദ ആരോപണത്തിന്റെ പൊരുൾ എന്തെന്ന് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.